Dear students, today we will start studying about network hardware and network software. ഇത് സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂളിലെ ആദ്യത്തെ ടോപ്പിക്ക് നെറ്റ്വർക്ക് ഹാർഡ്വെയർ എന്നുള്ളതാണ്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിച്ചത് ഡാറ്റ കമ്മ്യൂണിക്കേഷനും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ ഫണ്ടമെൻ്റലുമാണ്. അപ്പം ബേസിക്കലി ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. അപ്പോൾ സെൻഡറും റിസീവറും ആയിട്ട് ആക്ട് ചെയ്യുന്ന ഡിവൈസസ് കമ്പ്യൂട്ടേഴ്സ് അടങ്ങുന്നതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് പോകണമെങ്കിൽ ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ആവശ്യം വേണ്ടുന്ന ചില നെറ്റ്വർക്ക് ഹാർഡ്വെയർ ഉണ്ട്. ഈ നെറ്റ്വർക്ക് ഹാർഡ്വെയറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ data communication between computers which are located inside a lab or which are located in faraway places like countries, like internet, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും. അപ്പോൾ ഏതെല്ലാം നെറ്റ്വർക്ക് ഹാർഡ്വെയർ ആണ് നമുക്ക് പ്രധാനമായിട്ട് സ്ട്രെസ് ചെയ്ത് പറയേണ്ടുന്നത് എന്ന് വരുമ്പോൾ we will say that we need hardware devices, സ്പെസിഫിക്കലി കമ്പ്യൂട്ടേഴ്സ് സെൻറ്ററായിട്ട് ആക്ട് ചെയ്യാൻ വേണം. റിസീവിങ് സ്റ്റേഷനിലും കമ്പ്യൂട്ടേഴ്സ് ആവശ്യമാണ്. അപ്പോൾ സെൻറ്ററും റിസീവറും കമ്പ്യൂട്ടർ ആയിരിക്കും. ഇനി കമ്പ്യൂട്ടർ അല്ല എന്നുണ്ടെങ്കിൽ വി നീഡ് ഡിവൈസസ് എന്ന് പറയുമ്പോഴത്തേന് മൊബൈൽ ഡിവൈസസ് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. സെൻഡിങ് ഡിവൈസ് ഒരു മൊബൈൽ, റിസീവിങ് ഒരു കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ സെൻഡിങ് ഒരു കമ്പ്യൂട്ടർ, റിസീവിങ് ഒരു മൊബൈൽ. ഇനി സെൻഡറും റിസീവറും മൊബൈൽ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഡിവൈസ് ടു ഡിവൈസ് കണക്ഷൻസിനെ കുറിച്ച് പറയാം. അതായത് കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ കണക്ഷൻ ഉണ്ടാകാം, മൊബൈൽ ടു കമ്പ്യൂട്ടർ ഉണ്ടാകാം, കമ്പ്യൂട്ടർ ടു മൊബൈൽ ഉണ്ടാകാം, അല്ലെങ്കിൽ മൊബൈൽ ടു മൊബൈൽ ഉണ്ടാകാം. ഇവിടെ എല്ലാം നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. സോ ദീസ് കമ്പ്യൂട്ടേഴ്സ് ഓർ ഡിവൈസസ് ആർ forming the first hardware which is required. ഇനി രണ്ടാമത്തത്, എല്ലാ കമ്പ്യൂട്ടേഴ്സിലും, അത് ലാപ്ടോപ്പ് ആയിക്കോട്ടെ അഥവാ പിന്നെ ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, അതിനുള്ളിൽ ഒരു പ്രധാനപ്പെട്ട ഹാർഡ്വെയർ കമ്പോണൻ്റ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് കോൾഡ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഓർ ഗ്രാഫിക്സ് കാർഡ് എന്നാണ് അതിന് പറയുന്നത്. ഗ്രാഫിക്സ് കാർഡ് അല്ല, നെറ്റ്വർക്ക് കാർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് കാർഡ് ഓർ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ കമ്പോണൻറ്റ് എല്ലാ കമ്പ്യൂട്ടറിലും വേണം. ഇപ്പോൾ നിങ്ങൾ ലാബിലിരിക്കുന്ന കമ്പ്യൂട്ടർ പൊളിച്ച് നോക്കുകയാണെങ്കിൽ, അതിൻ്റെ സിസ്റ്റം ബോക്സ് പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ, മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന കേബിള് ഈ കമ്പ്യൂട്ടറിൻ്റെ പുറകിലെ പോർട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ RJ45 എന്ന് പറയുന്ന പോർട്ടിലാകാം അത് പിന്നെ സോക്കറ്റോടുകൂടി അത് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ പൊളിച്ച് നോക്കുമ്പോൾ ഈ കേബിൾ വന്ന് കണക്ട് ചെയ്യുന്ന ആ ഒരു പോർട്ടെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിൻ്റെ ഒരു ഭാഗമാണ്. സോ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ് ആദ്യമായിട്ട് ഈ സിഗ്നൽസിനെ റിസീവ് ചെയ്യുന്നത്, റിസീവറായിട്ട് ആക്ട് ചെയ്യുന്ന മെഷീനാണെന്നുണ്ടെങ്കിൽ. അതേപോലെ സെൻറ്ററായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം ഈ സീറോസ് ആൻഡ് വൺസിനെ സിഗ്നലാക്കി മാറ്റുന്ന ജോലിയാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിനുള്ളത്. ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ് ഈ പറയുന്ന സീറോസ് ആൻഡ് വൺസിനെ സിഗ്നലാക്കി മാറ്റി ട്രാൻസ്മിഷൻ കേബിളിലേക്ക് തള്ളിവിടുന്നത്. തിരിച്ചു വരുമ്പോൾ ഓപ്പോസിറ്റായിട്ട് റിസീവറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ സിഗ്നൽസിനെ തിരിച്ച് സീറോസ് ആൻഡ് വൺസ് ആക്കി മാറ്റുന്നത്. ഈ ഹാർഡ്വെയർ കമ്പോണൻറ്റിനെയാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് പ്രധാനപ്പെട്ട ഹാർഡ്വെയർ വേണ്ടുന്നത് ട്രാൻസ്മിഷൻ മീഡിയ ആണ്. സാധാരണ രീതിയിൽ നമ്മളുടെ നോർമൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണെങ്കിൽ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആണ് ഉപയോഗിക്കാറുള്ളത്. കൊയാക്സൽ കേബിൾസോ ഒപ്റ്റിക്കൽ ഫൈബേഴ്സോ എല്ലാം ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ കണ്ടു. സോ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ഓർ കൊയാക്സൽ കേബിൾസ് ഓർ ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ആർ എക്സാമ്പിൾസ് ഓഫ് ട്രാൻസ്മിഷൻ മീഡിയ. ട്രാൻസ്മിഷൻ മീഡിയ നമുക്ക് കണ്ണുകൊണ്ട് കാണാം, അത് ഒരു ഹാർഡ്വെയർ ആണ്, ഫിസിക്കൽ കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ ട്രാൻസ്മിഷൻ മീഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകൂ. ഇനി അടുത്തത് കണക്റ്റിംഗ് ഡിവൈസസ്.
നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടർ അയക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ആവണമെന്നില്ല. നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഡാറ്റ കമ്പ്യൂട്ടറിൻ്റെ പുറത്തെ കേബിളിൽ കൂടി സഞ്ചരിച്ച് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ചെന്ന് ആ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്ന് മറ്റ് പല സ്ഥലങ്ങളിലെത്തി ഫൈനലായിട്ട് മറ്റൊരു രാജ്യത്തുള്ള ഒരു കമ്പ്യൂട്ടറിലേക്ക് ഇത് എത്തിച്ചേരുന്നു, യഥാർത്ഥ ഡെസ്റ്റിനേഷനിലേക്ക്, വിത്തിൻ സെക്കൻഡ്സ്. ഇതെങ്ങനെ സാധിക്കുന്നു? ബിക്കോസ് there are many networking devices or interconnecting devices present in computer networks, particularly when they are very large. Large computer networks നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് വൈഡ് ഏരിയ നെറ്റ്വർക്കുകൾ, ഈവൺ ലാൻ തന്നെ കുറച്ച് വലിയ ലാൻ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ചില നെറ്റ്വർക്ക് കണക്റ്റിംഗ് ഡിവൈസസ് ആവശ്യമാണ്. അല്ലാതെ ഒരു കേബിളിൽ നിന്ന് ഡയറക്റ്റായിട്ട് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് അല്ല കണക്ഷൻ പോകുന്നത്. പലപ്പോഴും പല കമ്പ്യൂട്ടറിൽ നിന്ന് കേബിൾ വഴി ഡാറ്റ ഒരു സെൻട്രൽ പോയിൻ്റ് ഹബ്ബിൽ എത്തിച്ചേരും. ഹബ്ബ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിൽ നിന്നാണ് മറ്റ് കമ്പ്യൂട്ടറുകളിലേക്ക് കണക്ഷൻ പോകുന്നത്. അങ്ങനെ ഹബ്ബുണ്ട്, ചിലപ്പോൾ ബ്രിഡ്ജ് എന്ന് പറയും. ചില സമയത്ത് റൗട്ടേഴ്സ്, വലിയ റൗട്ടർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും വരുന്ന ഡാറ്റ പാക്കറ്റിനെ ഗൈഡ് ചെയ്ത് വിടാൻ. അങ്ങനെ ഹബ്സ്, സ്വിച്ചസ്, പിന്നെ റൗട്ടേഴ്സ്, ഗേറ്റ് വേ, ഇതെല്ലാം ലാർജ് നെറ്റ്വർക്ക്സിലെ ഇൻ്റർ കണക്റ്റിംഗ് ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ചെറിയ ചെറിയ ഡിവൈസസോ കമ്പ്യൂട്ടേഴ്സാണ്. അപ്പോൾ ഇൻ്റർ കണക്റ്റിംഗ് ഓർ കണക്റ്റിംഗ് ഡിവൈസസ് ആർ വെരി എസെൻഷ്യൽ ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഈ 4 എണ്ണമാണ് വർത്ത് മെൻഷനിങ് നെറ്റ്വർക്ക് ഹാർഡ്വെയറിനെ കുറിച്ച്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് കാണും, ട്രാൻസ്മിഷൻ മീഡിയ കാണും, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് കമ്പ്യൂട്ടറുകളുടെ അകത്തോ ലാപ്ടോപ്പിൻ്റെ ഉള്ളിലോ കാണും. പിന്നെ കണക്റ്റിംഗ് ഡിവൈസസിൻ്റെ പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ഹബ്ബ്, സ്വിച്ച്, അതുപോലെ തന്നെ ഗേറ്റ് വേ, റൗട്ടേഴ്സ്, ഇതുപോലുള്ള ഡിവൈസസ് എല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കണക്ട് ചെയ്തിട്ടാണ് ഈ നെറ്റ്വർക്ക് ലാർജായി മാറുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. നൗ വി കം ടു നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ സാധ്യമാവണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കുറച്ച് വർക്കെല്ലാം ചെയ്തിട്ട് സേവ് ചെയ്ത് വെച്ച് ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഹാർഡ് ഡിസ്കിലോ ഒക്കെ അത് സേവ് ആയിരിക്കത്തേ ഉള്ളൂ. അവിടെ നിന്ന് ആ ഫയൽ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില സോഫ്റ്റ്വെയർസിൻ്റെ സഹായം വേണ്ടി വരും. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് ദർ ഷുഡ് ബി എ പ്രസൻസ് ഓഫ് എ സോഫ്റ്റ്വെയർ വിച്ച് ഹെൽപ്പ് ഇൻ നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിങ്ങിനെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് കമ്പ്യൂട്ടേഴ്സിനകത്ത് ആവശ്യം ഉണ്ട്. സോ ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷണൽ എലമെൻറ്റ് ഓഫ് എനി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ ആവണമെന്നില്ല, എനി നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം ആ നെറ്റ്വർക്കിൽ സോഫ്റ്റ്വെയറിൻ്റെ പ്രസക്തി, ഇതിപ്പോൾ ഒരു മൊബൈൽ ഫോൺ ആയാൽ പോലും ആ മൊബൈൽ ഫോണിനകത്ത് സോഫ്റ്റ്വെയറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും. ഇറ്റ് മേക്സ് ദ ഹാർഡ്വെയർ ടു പെർഫോം ദ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റി ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഉത്ഭവിക്കുന്ന ഡാറ്റയെ സിസ്റ്റമാറ്റിക് ആയിട്ട് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഒരു രീതിയിലും ആ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് തെറ്റാതെ അവിടെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് എക്സ്ചേഞ്ചിങ് ഡാറ്റ അവിടെ നടക്കണം. സോ നമ്മളുടെ കൈവശമുള്ള കമ്പ്യൂട്ടറിനകത്തെ ഹാർഡ്വെയറിനെ കൊണ്ട് ഈ ഡാറ്റ ട്രാൻസ്മിഷൻ ജോലി ചെയ്യിപ്പിക്കുന്ന ആളാരാണ് എന്ന് ചോദിച്ചാൽ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആണ്. നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ പ്രോഗ്രാംസും കൂടി ചേർന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മളുടെ കമ്പ്യൂട്ടറിനകത്തെ ഡാറ്റ സഞ്ചരിച്ച് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നെറ്റ്വർക്ക് സോഫ്റ്റ്വെയറിൻ്റെ പ്രസക്തി. നെറ്റ്വർക്ക് ഹാർഡ്വെയർ മാത്രം കൊണ്ട് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സാധിക്കുകയില്ല. നെറ്റ്വർക്ക് ഹാർഡ്വെയറിൻ്റെ കൂടെ തന്നെ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയറും കൂടി ഉണ്ടായിരിക്കണം. നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ അംഗങ്ങളായിട്ടുള്ള ഓരോ കമ്പ്യൂട്ടറിനകത്തും നെറ്റ്വർക്കിങ്ങിനെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ആ നെറ്റ്വർക്കിനെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ എയിലുണ്ട്, ബിയിലുണ്ട്, സിയിലുണ്ട്, ഇസഡിലുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കമ്പ്യൂട്ടറുകളിലെല്ലാം സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഉണ്ട്. അതിനെല്ലാം കൂടെ കളക്റ്റീവായിട്ട് പറയുന്നതാണ് നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇത് ഏതൊരു കമ്പ്യൂട്ടറിനകത്തും അത്യന്താപേക്ഷിതമായ കമ്പോണൻ്റാണ്. ഇറ്റ് ഹെൽപ്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡിപ്ലോയ്, മാനേജ് ആൻഡ് മോണിറ്റർ നെറ്റ്വർക്ക്സ്.
അപ്പോൾ ഈ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ എന്ത് സഹായമാണ് നമുക്ക് നൽകുന്നത്? ഇറ്റ് ഹെൽപ്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും പലപ്പോഴും ലാർജ് നെറ്റ്വർക്ക്സ് ഉണ്ടെങ്കിൽ. ഈ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്ക് മാനേജ് ചെയ്യുക, നെറ്റ്വർക്കിനെ മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ നെറ്റ്വർക്ക് പ്രോപ്പറായിട്ട് ഡിപ്ലോയ് ചെയ്യാനായിട്ട് സഹായിക്കുക. ഇപ്പോൾ ചില നെറ്റ്വർക്ക് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് പലപ്പോഴും പല അഡീഷണൽ കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നത്, അതിനെ പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ പല ആക്ടിവിറ്റി നമുക്ക് നെറ്റ്വർക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഡിപ്ലോയിങ്, മാനേജിങ് ആൻഡ് മോണിറ്ററിങ് computer networks is done through network software present in the computers which are involved in data communication. Data communication ഇൻവോൾവ് ആകുന്ന കമ്പ്യൂട്ടറിനകത്ത് ഉള്ള നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇനി സ്റ്റാൻഡേർഡ്സ്. എന്താണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയാം, നിങ്ങൾ 1 കിലോ അരി വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 കിലോ എന്ന് പറയുന്നത് ഒരു അളവാണ്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പോയി 8 ഗ്രാം സ്വർണം വാങ്ങിക്കുകയാണെങ്കിൽ 8 ഗ്രാം എന്ന് പറയുന്നത് ഒരു അളവാണ്. അപ്പോൾ ഈ പറയുന്ന ഗ്രാം എന്നും കിലോഗ്രാം എന്നും കിൻഡൽ എന്നും അല്ലെങ്കിൽ കിലോമീറ്റർ എന്നും മീറ്റർ എന്നും ഒക്കെ ഉള്ള അളവ് ലോകം മൊത്തം അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. ഇത് സ്റ്റാൻഡർഡൈസ്ഡ് ചെയ്ത അളവാണെന്ന് പറയും. അതായത് ലോകം മൊത്തം അംഗീകരിക്കാൻ വേണ്ടി ഒരു ബോഡി, വെയ്റ്റിൻ്റെ അസോസിയേറ്റ് ചെയ്യുന്ന ബോഡി അംഗീകരിക്കപ്പെട്ട ഒരു തൂക്കമാണ് 1 കിലോഗ്രാം. ലോകത്ത് ഇന്ത്യയിലുള്ള 1 കിലോഗ്രാം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ അമേരിക്കയിൽ പോയാലോ അല്ലെങ്കിൽ ചൈനയിൽ പോയാലോ ജപ്പാനിൽ പോയാലോ 1 കിലോഗ്രാം. 1 കിലോഗ്രാം എത്ര മാസമാണെന്നുള്ളത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ വെയിങ് ബാലൻസിലോ അല്ലെങ്കിൽ തൂക്കാനായിട്ട് ഉള്ള ബാറിനകത്ത്, കോമൺ ബാർ ആണെങ്കിൽ അതിനകത്തുള്ള കട്ടി ഉണ്ടാക്കുമല്ലോ വെയ്റ്റിൻ്റെ, അതെല്ലാം സെയിം ഭാരം വരത്തക്ക രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര എന്ന് സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യുന്ന ആരാ? സ്റ്റാൻഡർഡൈസിങ് ഏജൻസീസാണ്. ആ സ്റ്റാൻഡർഡൈസിങ് ഏജൻസീസ് ലോകത്ത് അംഗീകരിക്കപ്പെട്ട സ്റ്റാൻഡർഡൈസിങ് ഏജൻസീസ് അംഗീകരിച്ച അളവുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലും പലപ്പോഴും സ്റ്റാൻഡേർഡ്സ് പുട്ട് ഫോർവേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല ഏജൻസീസും. ഈ സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ്സ് ആർ എസെൻഷ്യൽ ഇൻ ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻ ഓപ്പൺ ആൻഡ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഫോർ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സ്. ഈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പബ്ലിഷ് ചെയ്ത് റിലീസ് ചെയ്ത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ട് പല കമ്പനികൾക്കും ഈ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അവർക്ക് ആ സ്റ്റാൻഡേർഡിനെ നോക്കി പ്രോഡക്റ്റ് ഉണ്ടാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ബൾബ്, ഇലക്ട്രിക് ബൾബ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പഴയ ബൾബിനൊരു ഷേപ്പുണ്ട്. അതിൻ്റെ ഹോൾഡറിൻ്റെ ഇപ്പം സൂര്യയുടെ ബൾബ് എടുത്താലും ബജാജിൻ്റെ ബൾബ് എടുത്താലും ഹോൾഡറിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ഫിറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തിരിക്കുക? സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ബൾബിൻ്റെ സൈസ് എത്രയാണ്, എങ്ങനെയാണ് എന്നെല്ലാം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുള്ള പ്രത്യേകത. ഓക്കെ, ഇറ്റ് ഗ്യാരണ്ടീസ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇൻ്റർഓപ്പറബിലിറ്റി ഓഫ് ഡാറ്റ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് പ്രോസസ്സസ്. ഓക്കെ, അപ്പം ഈ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഗ്യാരണ്ടീസ് ദ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓപ്പറബിലിറ്റി ഓഫ് ഡാറ്റ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇന്ത്യ മാത്രമല്ല, ഇൻ്റർനാഷണൽ ലെവലിൽ അംഗീകരിക്കപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ്സ് തന്നെ ആയിരിക്കും മറ്റൊരു രാജ്യത്തും സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്ക് സോഫ്റ്റ്വെയറും അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്ക് സോഫ്റ്റ്വെയറും ഉപയോഗിച്ച് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന സോഫ്റ്റ്വെയർ ഇന്ന പർട്ടിക്കുലർ സ്റ്റാൻഡേർഡിൽ നിർമ്മിക്കണം എന്ന് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സോഫ്റ്റ്വെയറുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ സാധ്യമാകൂ. അല്ലാതെ ഒരു ബേസിക് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടല്ല ഇത് നിർമ്മിക്കുന്നതെങ്കിൽ ഡാറ്റ അയക്കുന്നത് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുകയില്ല. ഓക്കെ,
അപ്പോൾ ഇൻ്റർ ഓപ്പറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യത്യസ്തമായ കമ്പനിയുടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിൽ നിർമ്മിച്ച കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, അപ്പോൾ ഇവിടെ നിന്ന് അയക്കുന്ന ഡാറ്റ ഡെസ്റ്റിനേഷനിൽ ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്തിച്ചേർന്ന് അത് പ്രവർത്തനക്ഷമമാകണം. ഓക്കെ, അതിന് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ അവർ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ളത് വിച്ച് ആർ ദ വേരിയസ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻസ് ഇൻ ദ വേൾഡ് വിച്ച് ആർ വെരി ഫേമസ്. ധാരാളം ഓർഗനൈസേഷൻസ് ഉണ്ട് ഈ സ്റ്റാൻഡേർഡ്സ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് കമ്പ്യൂട്ടറും അതുപോലെ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല സ്റ്റാൻഡേർഡ്സും പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ചില ഏജൻസീസിൻ്റെ പേരാണ് ഞാൻ താഴെ പറയാൻ പോകുന്നത്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ അഥവാ ISO. നിങ്ങൾക്കറിയാം ISO എന്ന് പറയുന്നത് ഒരു ബോഡിയാണ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ എന്ന് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ള ഒരു ഏജൻസിയാണ്. ഇവരുടെ ചുമതലയെന്ന് പറഞ്ഞാൽ പല സ്റ്റാൻഡേർഡ്സ് അവർ പുട്ട് ഫോർവേഡ് ചെയ്യും, ബുക്കിൻ്റെ രൂപത്തിൽ വിശദീകരിച്ച്. ISO സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണോ വിഭാവനം ചെയ്യുന്നത് അതേ രീതിയിലുള്ള നിർമ്മാണമാണ് ഈ പ്രോഡക്റ്റിനെ ഈ കമ്പനി ചെയ്യുന്നത്. അപ്പോൾ ISO ഒന്ന്. പിന്നെ ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ITU, ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് സെക്ടർ. അപ്പോൾ ITU-T ഇലക്ട്രോണിക് സ്റ്റാൻഡേർഡാണ്, ഫോണും അതുപോലെ തന്നെ ഡാറ്റ കമ്മ്യൂണിക്കേഷനും ഒബേ ചെയ്യേണ്ടുന്ന സ്റ്റാൻഡേർഡാണ്. ANSI നിങ്ങൾക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ്, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ANSI ആണ് C സോഫ്റ്റ്വെയർ ഒക്കെ എങ്ങനെ നിർമ്മിക്കണം, ANSIക്കാർ ഇറക്കുന്ന C ഉണ്ട്, ANSI C സ്റ്റാൻഡേർഡ് ഉണ്ട്. അങ്ങനെ പല ലാംഗ്വേജസിൻ്റെ സ്റ്റാൻഡേർഡ്സ് അത് പുട്ട് ഫോർവേഡ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ പല കോഡുകളുടെ സ്റ്റാൻഡേർഡ്സ് പുട്ട് ഫോർവേഡ് ചെയ്യാറുണ്ട്. ഇപ്പം EBC DIC എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഓരോ ബിറ്റിനും എന്ത് വാല്യൂ ആണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നാണ്. ദെൻ ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ. എന്താണ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ അഥവാ EIA? ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള പല പ്രോഡക്ട്സിൻ്റെയും സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, ഇത്രയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്.